ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് വെജിറ്റബിൾ കട്ട്ലേറ്റ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലേറ്റ്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കട്ട്ലേറ്റ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില നൈസായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഗോൾഡൻ ബ്രൗൺ കളറാവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഈ 3 പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 15 ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഫ്രോസൺ ഗ്രീൻ പീസ് കയ്യിലില്ലാത്തവരാണെങ്കിൽ സാധാരണ ഗ്രീൻ പീസ് 5-6 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ച് കുക്കറിൽ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീൻസും ക്യാരറ്റും ഒക്കെ എപ്പോഴും നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന വെജിറ്റബിൾസ് ആണ്. എപ്പോഴെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കട്ട്ലേറ്റ് ആണ് ഈ വെജിറ്റബിൾ കട്ട്ലേറ്റ്. ക്യാരറ്റും ബീൻസും നമ്മൾ 3 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടാറ്റോ മാഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പൊട്ടാറ്റോ ഉപ്പ് മാത്രം ഇട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം മാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 3 ബ്രെഡ് പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് പൊടിച്ചത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കട്ട്ലേറ്റ് മിക്സിന് നല്ലൊരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ബ്രെഡ് ക്രംസ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലേറ്റ് മിക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് 5 മിനിറ്റ് നേരം ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി നമ്മുടെ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു ബൗളിൽ നമ്മൾ 2 എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബോട്ടിലിന്റെ മൂടിയോ എന്തെങ്കിലും എടുക്കുക. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബോട്ടിലിൻ്റെ മൂടിയാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. അല്പം ഓയിൽ തടവി കൊടുത്താലും മതി. അതിനുശേഷം കട്ട്ലേറ്റ് മിക്സിൽ നിന്നും ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഈ ബോട്ടിലിൻ്റെ മൂടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല അടിപൊളിയായിട്ട് ഷേപ്പായിട്ട് വന്നോളും. അപ്പോൾ ഇതാ ഒരെണ്ണം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി ഈ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള കട്ട്ലേറ്റ് നമുക്ക് ഈ എഗ് ബാറ്ററിൽ വെച്ച് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എഗ് ബാറ്ററിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ച് നന്നായിട്ട് കോട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഇനി എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കട്ട്ലേറ്റും നമ്മൾ ബ്രെഡ് ക്രംസ് വെച്ച് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 15 മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മുടെ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതാ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ ഓരോ കട്ട്ലേറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഉള്ളിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഒരുപാടൊന്നും ഇനി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് മാത്രം ഒരു ഭാഗം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 1 സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വീണ്ടും 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലേറ്റ്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.